എല്ലാവർക്കും ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 21/2/2026 നടന്ന കേടെറ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നത്. പാർട്ട് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി. ചോദ്യം 1. ലിവ് വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ എ പാരമ്പര്യം, ഓപ്ഷൻ ബി സാമൂഹിക ഇടപെടലുകൾ, ഓപ്ഷൻ സി ശാരീരിക പക്വത, ഓപ്ഷൻ ഡി ഗ്രേഡ്. ഉത്തരം ഓപ്ഷൻ ബി സാമൂഹിക ഇടപെടലുകൾ. ചോദ്യം 2. കുട്ടികളുടെ പരാജയ കാര്യങ്ങളിൽ പെടുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ഭയം, 2. പഠന പിന്തുണയില്ലായ്മ, 3. വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന രീതി, 4. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, 5. ആരോഗ്യ പ്രശ്നങ്ങൾ. ഓപ്ഷൻ എ 1, 4, 5, 3. ഓപ്ഷൻ ബി 1, 3, 5, 2. ഓപ്ഷൻ സി 2, 3, 4, 5. ഓപ്ഷൻ ഡി 1, 2, 4, 5. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4, 5. ചോദ്യം 3. ഒരു കുട്ടി ഗണിതക്രിയകൾ ചെയ്യുമ്പോൾ ആവർത്തിച്ച് തെറ്റുകൾ വരുത്തുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഓപ്ഷൻ എ തെറ്റിലേക്ക് നയിക്കുന്ന പ്രയാസം തിരിച്ചറിയാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു. ഓപ്ഷൻ ബി തെറ്റിയവ ആവർത്തിച്ച് എഴുതിക്കുന്നു. ഓപ്ഷൻ സി ശിക്ഷ നൽകുന്നു. ഓപ്ഷൻ ഡി രക്ഷിതാവിനോട് കുട്ടിയെ നന്നായി പഠിപ്പിച്ചു വിടാൻ പറയുന്നു. ഉത്തരം ഓപ്ഷൻ എ തെറ്റിലേക്ക് നയിക്കുന്ന പ്രയാസം തിരിച്ചറിയാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു. ചോദ്യം 4. പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എത്തുന്ന കുട്ടിയുടെ വികാസഘട്ടത്തെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ എ ശൈശവം, ഓപ്ഷൻ ബി കൗമാരം, ഓപ്ഷൻ സി അന്ത്യബാല്യം, ഓപ്ഷൻ ഡി ആദിബാല്യം. ഉത്തരം ഓപ്ഷൻ ഡി ആദിബാല്യം. ചോദ്യം 5. ദൃശ്യസ്ഥലപരമായ ബുദ്ധി കൂടുതലുള്ള തന്റെ ക്ലാസ്സിലെ കുട്ടിക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക. 1. ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങൾ നിർമ്മിക്കുക. 2. പരീക്ഷണം നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുക. 3. സ്കൂളിന്റെ പ്ലാൻ വരയ്ക്കുക. 4. കൊളാഷ് നിർമ്മിക്കുക. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി, ഓപ്ഷൻ സി 3ഉം 4ഉം ശരി, ഓപ്ഷൻ ഡി 4ഉം 1ഉം ശരി. ഉത്തരം ഓപ്ഷൻ സി 3ഉം 4ഉം ശരി. ചോദ്യം 6. വളർച്ചയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ കോശവർദ്ധനവ്, ഓപ്ഷൻ ബി രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർദ്ധനവ്, ഓപ്ഷൻ സി പരിപക്വനം സംഭവിക്കുന്നതോടെ നിലയ്ക്കുന്ന പ്രക്രിയ, ഓപ്ഷൻ ഡി ജനനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ജനനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. ചോദ്യം 7. താഴെ പറയുന്നവയിൽ ഏതാണ് കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യ ഘടകമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ ബുദ്ധിശക്തി, ഓപ്ഷൻ ബി ശാരീരികാരോഗ്യം, ഓപ്ഷൻ സി ബോധന രീതികൾ, ഓപ്ഷൻ ഡി വിഷയത്തോടുള്ള താല്പര്യം. ഉത്തരം ഓപ്ഷൻ സി ബോധന രീതികൾ. ചോദ്യം 8. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. 1. പഠന ബോധന തന്ത്രങ്ങൾ തയ്യാറാക്കൽ. 2. എല്ലാ കുട്ടികൾക്കുള്ള പ്രവർത്തനം മാത്രം മതി. 3. വിലയിരുത്തൽ. 4. പരിഹാര ബോധന പ്രവർത്തനം. ഓപ്ഷൻ എ എല്ലാം ശരി, ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി, ഓപ്ഷൻ സി 1ഉം 3ഉം 4ഉം ശരി, ഓപ്ഷൻ ഡി 1ഉം ശരിയല്ല. ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 ശരി. ചോദ്യം 9. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അനുസരിച്ച് ഒരു കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഏത്? ഓപ്ഷൻ എ ശാരീരിക ആവശ്യം, ഓപ്ഷൻ ബി സുരക്ഷിതത്വത്തിനുള്ള ആവശ്യങ്ങൾ,
ഓപ്ഷൻ സി സ്നേഹവും പരിഗണനയും, ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരം. ഉത്തരം ഓപ്ഷൻ എ ശാരീരിക ആവശ്യം. ചോദ്യം 10. അധ്യാപക കേന്ദ്രീകൃത പഠന രീതികളിൽ പെട്ടത് ഏത്? ഓപ്ഷൻ എ അപഗ്രഥന രീതി, ഓപ്ഷൻ ബി ഡെമോൺസ്ട്രേഷൻ രീതി, ഓപ്ഷൻ സി പ്രൊജക്ട് രീതി, ഓപ്ഷൻ ഡി പ്രശ്ന പരിഹരണ രീതി. ഉത്തരം ഓപ്ഷൻ ബി ഡെമോൺസ്ട്രേഷൻ രീതി. ചോദ്യം 11. ഭാഷ കേട്ട് മനസ്സിലാക്കാനും പറയാനും വായിക്കാനും എഴുതാനും കണക്കുകൂട്ടാനുമുള്ള ശേഷികൾ നേടുന്നതിലും ഉപയോഗിക്കുന്നതിലും കാര്യകാരണ വിചിന്തനത്തിലും വരുന്ന ഒരു കൂട്ടം വ്യത്യസ്ത വൈകല്യങ്ങളാണ് ഓപ്ഷൻ എ പഠന വൈകല്യങ്ങൾ, ഓപ്ഷൻ ബി പഠന തകരാറുകൾ, ഓപ്ഷൻ സി പഠന വ്യത്യാസങ്ങൾ, ഓപ്ഷൻ ഡി പഠന വിഷമങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ പഠന വൈകല്യങ്ങൾ. ചോദ്യം 12. ചിത്രം വരച്ച് നിറം നൽകലിനോട് 5+ വയസ്സിൽ കുട്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഏതു തരം വികസനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഭാഷാപരം, ഓപ്ഷൻ ബി സാമൂഹികപരം, ഓപ്ഷൻ സി സ്ഥൂലപേശി വികാസം, ഓപ്ഷൻ ഡി സൂക്ഷ്മപേശി വികാസം. ഉത്തരം ഓപ്ഷൻ ഡി സൂക്ഷ്മപേശി വികാസം. ചോദ്യം 13. പഠന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തൽ നടത്തുന്നത് ഏതുതരം വിലയിരുത്തലാണ്? ഓപ്ഷൻ എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ഓപ്ഷൻ ബി വിലയിരുത്തൽ തന്നെ പഠനം, ഓപ്ഷൻ സി പഠനത്തെ വിലയിരുത്തൽ, ഓപ്ഷൻ ഡി ടേം മൂല്യനിർണ്ണയം. ഉത്തരം ഓപ്ഷൻ എ പഠനത്തിനായുള്ള വിലയിരുത്തൽ. ചോദ്യം 14. PWD ആക്ട് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 2016, ഓപ്ഷൻ ഡി 2020. ഉത്തരം ഓപ്ഷൻ ബി 1995. ചോദ്യം 15. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനം നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ബിംബന ഘട്ടം, ഓപ്ഷൻ ബി വസ്തുനിഷ്ഠ ഘട്ടം, ഓപ്ഷൻ സി പ്രവർത്തന ഘട്ടം, ഓപ്ഷൻ ഡി പ്രതിരൂപാത്മക ഘട്ടം. ഉത്തരം ഓപ്ഷൻ സി പ്രവർത്തന ഘട്ടം. ചോദ്യം 16. സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി പാവ്ലോ, ഓപ്ഷൻ സി തൊണ്ടേ, ഓപ്ഷൻ ഡി പിയാഷെ. ഉത്തരം ഓപ്ഷൻ എ BF സ്കിന്നർ. ചോദ്യം 17. താഴെ പറയുന്നവയിൽ രക്തസംബന്ധമായ ഒരു രോഗാവസ്ഥ? ഓപ്ഷൻ എ ഓട്ടിസം, ഓപ്ഷൻ ബി സെറിബ്രൽ പാൾസി, ഓപ്ഷൻ സി ചുമ, ഓപ്ഷൻ ഡി അനീമിയ. ഉത്തരം ഓപ്ഷൻ ഡി അനീമിയ. ചോദ്യം 18. ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവം, സംസ്കാരം എന്നിവയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുട്ടിയെ ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കൂടുതൽ പ്രാപ്തമാക്കിയ ഘടകം ഏത്? ഓപ്ഷൻ എ പാരമ്പര്യം, ഓപ്ഷൻ ബി വായന, ഓപ്ഷൻ സി പരിസരം, ഓപ്ഷൻ ഡി പഠനവേഗത. ഉത്തരം ഓപ്ഷൻ സി പരിസരം. ചോദ്യം 19. ചെറിയ ക്ലാസുകളിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കണമെങ്കിൽ കൊടുക്കാവുന്ന പ്രവർത്തനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പ്രസംഗം, ഓപ്ഷൻ ബി പാട്ടുപാടൽ, ഓപ്ഷൻ സി കഥ പറയൽ, ഓപ്ഷൻ ഡി സംഘക്കളി. ഉത്തരം ഓപ്ഷൻ ഡി സംഘക്കളി. ചോദ്യം 20. ക്ലാസ് മുറിയിൽ അനുഭവാധിഷ്ഠിത പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരണയുണ്ടാവണം, ഓപ്ഷൻ ബി പഠിതാക്കളുടെ പൂർണ്ണ സമർപ്പണം ഉറപ്പാക്കണം, ഓപ്ഷൻ സി പഠനോപകരണങ്ങൾ ഉപയോഗിക്കരുത്, ഓപ്ഷൻ ഡി പഠനാനുഭവങ്ങളുടെ പ്രതിഫലനം നടത്താൻ അവസരമൊരുക്കണം. ഉത്തരം ഓപ്ഷൻ സി പഠനോപകരണങ്ങൾ ഉപയോഗിക്കരുത്. ചോദ്യം 21. ശിശു സൗഹൃദ പഠനാന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ പ്രൈമറി ക്ലാസുകളിൽ ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്,
ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി മാതൃഭാഷ, ഓപ്ഷൻ ഡി വിദേശ ഭാഷ. ഉത്തരം ഓപ്ഷൻ സി മാതൃഭാഷ. ചോദ്യം 22. യൂണിസെഫിന്റെ 2003 കണക്കനുസരിച്ച് മിതമായ മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എത്ര ശതമാനം വരെയുള്ളവരെ പൊതുവിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാനാകും? ഓപ്ഷൻ എ 40%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 60%, ഓപ്ഷൻ ഡി 70%. ഉത്തരം ഓപ്ഷൻ ഡി 70%. ചോദ്യം 23. കുട്ടിയുടെ സ്വയം തിരുത്തൽ സ്വഭാവം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ കുട്ടികളെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. ഓപ്ഷൻ ബി അനുഭവങ്ങളിലൂടെയും ഫീഡ്ബാക്കുകളിലൂടെയും സ്വന്തം ധാരണകൾ പരിഷ്കരിക്കാനുള്ള ആന്തരിക കഴിവ് കുട്ടികൾക്കുണ്ട്. ഓപ്ഷൻ സി അധ്യാപകന് മാത്രമേ കുട്ടിയുടെ തെറ്റ് തിരുത്താൻ അവകാശമുള്ളൂ. ഓപ്ഷൻ ഡി ശരിയായ ഉത്തരങ്ങൾ ഉടനെ നൽകിയാൽ മാത്രമേ കുട്ടികൾ പഠിക്കൂ. ഉത്തരം ഓപ്ഷൻ ബി അനുഭവങ്ങളിലൂടെയും ഫീഡ്ബാക്കുകളിലൂടെയും സ്വന്തം ധാരണകൾ പരിഷ്കരിക്കാനുള്ള ആന്തരിക കഴിവ് കുട്ടികൾക്കുണ്ട്. ചോദ്യം 24. ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിരക്ഷയും പരിശീലനവും പകൽ സമയം മാത്രം നൽകുന്ന സ്ഥാപനം? ഓപ്ഷൻ എ പൊതുവിദ്യാലയം, ഓപ്ഷൻ ബി BRC, ഓപ്ഷൻ സി സ്പെഷ്യൽ ഡേ സ്കൂൾ, ഓപ്ഷൻ ഡി ഡയറ്റ്. ഉത്തരം ഓപ്ഷൻ സി സ്പെഷ്യൽ ഡേ സ്കൂൾ. ചോദ്യം 25. വികാസ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ കുട്ടികളിൽ വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും. ഓപ്ഷൻ ബി പരിസരത്തെ കുട്ടിക്ക് അനുഗുണമാക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ സി കുട്ടികളുടെ കഴിവുകൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാതെ ക്ലാസ് റൂം പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകാൻ പറ്റും. ഓപ്ഷൻ ഡി കുട്ടികളുടെ പെരുമാറ്റത്തിലും മറ്റുമുള്ള അസ്വാഭാവികത കണ്ടെത്താനും പരിഹരിക്കാനും പറ്റും. ഉത്തരം ഓപ്ഷൻ സി കുട്ടികളുടെ കഴിവുകൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാതെ ക്ലാസ് റൂം പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകാൻ പറ്റും. ചോദ്യം 26. പിയാഷെയുടെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് നിദാനമായ 4 ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ശാരീരികമായ പക്വതയാർജിക്കൽ, ഓപ്ഷൻ ബി പ്രബലനം, ഓപ്ഷൻ സി സാമൂഹികാനുഭവങ്ങൾ, ഓപ്ഷൻ ഡി സന്തുലീകരണം. ഉത്തരം ഓപ്ഷൻ ബി പ്രബലനം. ചോദ്യം 27. താഴെ പറയുന്നവയിൽ കുട്ടി ഒരു ശാസ്ത്ര പര്യവേക്ഷകയാണ് എന്ന ആശയത്തെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ടീച്ചർ പറയുന്നത് എന്തും അനുസരിക്കും, ഓപ്ഷൻ ബി പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡ് കിട്ടണം എന്ന ലക്ഷ്യത്തോടെ മാത്രം പഠിക്കും, ഓപ്ഷൻ സി ചുറ്റുപാടുമായി ഇടപഴകുകയും പരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യും, ഓപ്ഷൻ ഡി പഠന പ്രവർത്തനങ്ങളിൽ നിശബ്ദത പാലിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ചുറ്റുപാടുമായി ഇടപഴകുകയും പരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യും. ചോദ്യം 28. ക്ലാസ് മുറിയിൽ പുസ്തകം തുറന്നിരിക്കാനുള്ള മടിയുള്ള കുട്ടിയാണ് ലിൻഡോ. ടീച്ചർ പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്നില്ല. ഈ പ്രശ്നത്തെ കണ്ടെത്തി പരിഹരിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് മാർഗമാണ് കൂടുതൽ ഉചിതമായി ഉപയോഗിക്കാൻ പറ്റുക? ഓപ്ഷൻ എ ഏകവ്യക്തി പഠനം, ഓപ്ഷൻ ബി നിരീക്ഷണം, ഓപ്ഷൻ സി ക്രിയാ ഗവേഷണം, ഓപ്ഷൻ ഡി അഭിമുഖം. ഉത്തരം ഓപ്ഷൻ എ ഏകവ്യക്തി പഠനം. ചോദ്യം 29. ചിരിച്ചീടന മധ്യേതാൻ കരയുന്നിതു ബാലകൻ ബാല്യത്തിലെ വികാരങ്ങളുടെ ഏതുതരം പ്രത്യേകതയാണ് ഈ വരികളിൽ ചൂണ്ടിക്കാട്ടുന്നത്? ഓപ്ഷൻ എ തീവ്രത, ഓപ്ഷൻ ബി ക്ഷണികത, ഓപ്ഷൻ സി ആവൃത്തി, ഓപ്ഷൻ ഡി പ്രകടനം. ഉത്തരം ഓപ്ഷൻ ബി ക്ഷണികത. ചോദ്യം 30. പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിലയിരുത്തി പഠന നേട്ടങ്ങളുടെ അളവ് കണ്ടെത്തുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ യൂണിറ്റ് വിലയിരുത്തൽ, ഓപ്ഷൻ ബി വാർഷിക വിലയിരുത്തൽ, ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ഓപ്ഷൻ ഡി ബാഹ്യ വിലയിരുത്തൽ. ഉത്തരം ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ വിലയിരുത്തൽ.